ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ എല്ലാവർക്കും അറിയാം, ഞാൻ അയർലൻഡിലെത്തി. ഞാൻ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അയർലൻഡിൽ വന്ന ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവണതിന് മുമ്പ് നമ്മൾ അറ്റൻഡ് ചെയ്ത ഒരു എക്സാം ഉണ്ട്. നമ്മുടെ RCSA നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് എക്സാം. അപ്പോൾ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ എന്താണ് ഈ RCSA എക്സാം, എങ്ങനെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, എൻ്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസസ്, ഇതെല്ലാം കൂടി ചേർത്തുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് നേരെ നോക്കാം എന്താണ് നമ്മുടെ ഈ RCSA നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് എക്സാം. ഇപ്പോൾ റോയൽ കോളേജസ് ഓഫ് സർജൻസ് ഇൻ അയർലൻഡ് ഓവർസീസിൽ നിന്ന് വരുന്ന നഴ്സുമാരുടെ ക്വാളിഫിക്കേഷൻ അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാമാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാം. ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് 2 സെക്ഷൻസ് ഉണ്ട്. പ്രാക്ടിക്കൽ സ്റ്റേജും ഉണ്ട്, തിയറി സ്റ്റേജും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ വരുന്നതാണ് നമ്മുടെ തിയറി സെക്ഷനും സെക്കൻഡ് ഡേ വരുന്നതാണ് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷൻ. അപ്പോൾ നമുക്ക് നേരെ ഈ ഫസ്റ്റ് ഡേ നടത്തുന്ന തിയറി സെക്ഷനെ പറ്റി നോക്കാം. ഇപ്പോൾ തിയറി സെക്ഷനകത്ത് ഒരു മാക്സിമം ഓഫ് 150 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 3 hours ഉണ്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു മിനിമം ഓഫ് 75 മാർക്ക് അല്ലെങ്കിൽ ഒരു മിനിമം 50% വേണം തിയറി എക്സാം പാസ്സാവാൻ വേണ്ടി. നമ്മുടെ കമ്പ്യൂട്ടർ നടത്തുന്ന തിയറി എക്സാമാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പോൾ 150 ക്വസ്റ്റ്യൻസിൽ ഒരു 75 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയാലേ നമ്മൾ ഈ തിയറി എക്സാം പാസ്സാവത്തുള്ളൂ. ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒരു 1 hour കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇമെയിലായിട്ട് ഈ തിയറി എക്സാമിൻ്റെ റിസൾട്ട് വരും. Congratulations, you have passed your theory exam. Now you are invited to attend the practical exam on the next day. ഇപ്പോൾ എക്സാം ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിലായിട്ട് പാസ്ഡ് ആയതിൻ്റെ റിസൾട്ടും വരും. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഡേ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടും. ഇപ്പോൾ തിയറി എക്സാം പാസ്സായാലേ നമുക്ക് നെക്സ്റ്റ് ഡേ പ്രാക്ടിക്കൽ എഴുതാൻ വേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനാണ്. ഈ പ്രാക്ടിക്കൽ സെക്ഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. ഈ പ്രാക്ടിക്കലിനകത്താണ് നമ്മുടെ ഈ 14 സ്റ്റേഷൻസ് വരുന്നത്. എന്ന് വെച്ചാൽ 14 തിയറി, വൈവ, പ്രാക്ടിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു 14 സ്റ്റേഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡേ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂ ആയിട്ടാണ് ഏതൊക്കെയാണ് ഈ 14 സ്റ്റേഷൻസ് ജസ്റ്റ് ഒന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷനാണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഇതിനകത്ത് ഇൻഫെക്ഷൻ എന്താണ്, ഇൻഫെക്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്താ, ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് എന്താ, സൂപ്പർ ബഗ്സ് എന്താ, ഡോണിങ് ഡോഫിങ് എന്നീ അടങ്ങിയിട്ടുള്ള സർട്ടൺ ടോപ്പിക്സ് ആണ് ഫസ്റ്റ് സ്റ്റേഷനിൽ വരുന്നത്. സെക്കൻഡ് സ്റ്റേഷനാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് നഴ്സിംഗ് കെയർ. അതിനകത്താണ് വാട്ടർ ലോ, മസ്റ്റ്, ഫോൾസ്, യൂറിൻ അനാലിസിസ്, കത്തീഡ്രൽ സാമ്പിൾ ഓഫ് യൂറിൻ എന്നീ ടോപ്പിക്സ് ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. തേർഡ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇസ്ബാർ. നമ്മുടെ ഒരു പേഷ്യൻ്റെ കണ്ടീഷൻ ഡോക്ടറിനോട് ഇസ്ബാർ യൂസ് ചെയ്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേഷനാണ് ഇസ്ബാർ സ്റ്റേഷൻ. ഫോർത്ത് വൺ ആണ് സെപ്സിസ്. ഒരു പേഷ്യൻറ്റിന് സെപ്സിസ് ഉണ്ടോ, എങ്ങനെ അത് എവിഡൻസ് ചെയ്യാം, നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ എസ്കലേറ്റ് ചെയ്യാം എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേഷനാണ് സെപ്സിസ് സ്റ്റേഷൻ. ഫിഫ്ത്ത് സ്റ്റേഷൻ വരുന്നതാണ് ഓൾഡർ പേഴ്സൺ കെയർ. ഗീറിയാട്രിക് പേഷ്യൻസിൽ കാണുന്ന കുറച്ച് കണ്ടീഷൻസ് ലൈക്ക് ഫ്രെയിലിറ്റി, ഡീകണ്ടീഷനിങ്, ഡിമെൻഷ്യ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ, ഇൻഡിക്കേഷൻ, മാനേജ്മെൻറ്റ്, പിന്നെ സർട്ടൺ ടൂൾസ് യൂസ് ചെയ്ത് ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ടോപ്പ് സ്റ്റേഷൻസ് ആണ് ഈ ഓൾഡർ പേഴ്സൺ കെയർ. പിന്നെ വരുന്ന സിക്സ്ത് സ്റ്റേഷനാണ് വൂണ്ട് ഡ്രസ്സിങ്. സ്റ്റിറൽ ടെക്നിക് യൂസ് ചെയ്ത് ഒരു പേഷ്യൻ്റെ വൂണ്ട് നമ്മൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യും എന്നറിയാൻ വേണ്ടിയുള്ള സ്റ്റേഷനാണ് വൂണ്ട് ഡ്രസ്സിങ്. പിന്നെ വരുന്ന സെവൻത്ത് വൺ ആണ് പെരിഫറൽ വീനസ് കത്തീറ്റർ ആൻഡ് അസോസിയേറ്റഡ് പ്രൊസീജിയേഴ്സ്. അത് ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് മെയിനായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ കാൻഡിലയുടെ VIP സ്കോർ നോക്കിയിട്ട് നമ്മൾ പേഷ്യൻ്റ് ചാർട്ട് നോക്കിയിട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു എന്ന് അണ്ടർസ്റ്റാൻഡ് വേണ്ടിയുള്ള സ്റ്റേഷനാണ് അത്. പിന്നെ വരുന്ന 8th സ്റ്റേഷനാണ് ചെസ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ മാനേജ്മെൻറ്റ് സ്റ്റേഷൻ. അത് നമ്മുടെ റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഹേലേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം, നെബുലൈസേഷൻ്റെ പ്രൊസീജിയർ, ഓക്സിജനേഷൻ്റെ പ്രൊസീജിയർ, ആസ്മ അറ്റാക്ക്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ചെസ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ. പിന്നെ വരുന്നതാണ് 9th സ്റ്റേഷൻ ഓറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷനും മിഡ് ഡ്രഗ് കാൽക്കുലേഷനും. പേഷ്യൻ്റെ ഡ്രഗ് ചാർട്ട് നോക്കി നമ്മൾ കറക്റ്റ് മെഡിക്കേഷൻ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയുള്ള സ്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഡ്രഗ് കാൽക്കുലേഷൻ ഒരു ക്വസ്റ്റ്യനും അതിൽ 10th സ്റ്റേഷനാണ് NOK ഡിസ്കഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഓഫ് കിൻ. അതിനകത്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, കൺസെൻറ്റ്, സേഫ് ഗാർഡിങ്, അബ്യൂസ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസും വൈബസും ചേർന്നിട്ടുള്ള ഒരു സ്റ്റേഷനാണ് അത്. പിന്നെ വരുന്ന 11th സ്റ്റേഷനാണ് ഡെത്ത് ആൻഡ് ഡൈ. പാലിയേറ്റീവ് ഇരിക്കുന്ന പേഷ്യൻറ്റ്, എൻഡ് ഓഫ് ലൈഫ് കെയർ ഇരിക്കുന്ന പേഷ്യൻറ്റ്, ഡെത്തായ പേഷ്യൻറ്റ്. അപ്പോൾ അവരുടെ മാനേജ്മെൻറ്റ്, അവരുടെ സിംറ്റം മാനേജ്മെൻറ്റ്, അവർക്ക് കൊടുക്കേണ്ട കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സ്റ്റേഷനാണ് ഡെത്ത് ആൻഡ് ഡൈ. പിന്നെ വരുന്ന 12th സ്റ്റേഷനാണ് ക്രോണിക് ഡിസീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റ് ടീച്ചിങ്. ഇപ്പോൾ നമ്മുടെ അയർലൻഡിൻ്റെ അണ്ടറിൽ കുറച്ച് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്രോണിക് ഡിസീസസ് ഉണ്ട് ലൈക്ക് COPD, ആസ്മ, CAD, ആർട്ടിയൽ ഫിബ്രിലേഷൻ, ഹേർട്ട് ഫെയിലിയർ, സ്ട്രോക്ക്, DM. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഡെഫിനിഷൻസ്, ഇൻഡിക്കേഷൻസ്, മാനേജ്മെൻറ്റ്, ഡയഗ്നോസിസ്. അപ്പോൾ അത് നമ്മൾ പേഷ്യൻറ്റിന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ അണ്ടർസ്റ്റാൻഡ് വേണ്ടിയുള്ള ഡിസീസ് കണ്ടീഷൻസിനെ പറ്റി അറിയുന്ന ഒരു സ്റ്റേഷനാണ് ക്രോണിക് ഡിസീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റ് ടീച്ചിങ്. പിന്നെ വരുന്ന 13th ആണ് സ്റ്റുഡൻറ്റ് ടീച്ചിങ്.
അതിനകത്തും കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു സ്റ്റുഡൻറ്റിനെ ആ കണ്ടീഷനും അതിൻ്റെ ഡയഗ്നോസിസും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേഷനാണത്. അതിനകത്ത് വരുന്ന കുറച്ച് ടോപ്പിക്സാണ് ഓസ്റ്റിയോപോറോസിസ് ഡെക്സാ സ്കാൻ, ഹെലിക്കോബാക്ടർ ഗ്യാസ്ട്രോസ്കോപ്പി, കോൺസ്റ്റിപ്പേഷൻ കൊളോണോസ്കോപ്പി, ലങ് ക്യാൻസർ ബ്രോങ്കോസ്കോപ്പി. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ ടീച്ചിങ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റേഷനാണ് നമ്മുടെ ടീച്ചിങ് ഓഫ് ജൂനിയർ സ്റ്റുഡൻസ്. പിന്നെ വരുന്ന ലാസ്റ്റ് 14th സ്റ്റേഷനാണ് നഴ്സിംഗ് പ്രോസസ് ഇൻ അക്യൂട്ട് സ്റ്റേഷൻ. അതിനകത്ത് വരുന്ന ടോപ്പിക്കാണ് ടൈപ്പ് 1 ഡയബറ്റീസ്, DVT, കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം, സ്റ്റോമ. അപ്പോൾ സെയിം നമ്മൾ എങ്ങനെ ഒരു പേഷ്യൻറ്റ് DVT ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, എങ്ങനെ ഒരു പേഷ്യൻറ്റിന് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ ഇൻഡിക്കേഷൻ, അതിൻ്റെ ഡയഗ്നോസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച് തരുന്ന ഒരു സ്റ്റേഷനാണ് 14th സ്റ്റേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രാക്ടിക്കലിനകത്ത് വരുന്ന 14 സ്റ്റേഷൻസ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞു തന്ന പോലെ ഉള്ള ഒരു ലിസ്റ്റിലായിരിക്കത്തില്ല എക്സാമിന് വരുന്നത്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേഷൻ ഇൻഫെക്ഷൻ കൺട്രോളാണ്. പക്ഷേ എക്സാമിന് ചിലപ്പോൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് സ്റ്റേഷൻ ഡെത്ത് ആൻഡ് ഡൈയിങ് ആവാം, ചിലപ്പോൾ വരുന്ന ഫസ്റ്റ് സ്റ്റേഷൻ വൂണ്ട് ഡ്രസ്സിങ് ആവാം. അപ്പോൾ ഇതേ ലിസ്റ്റ് പോലെ ആയിരിക്കത്തില്ല എക്സാമിന് ചോദിക്കുന്നത്. എക്സാമിന് ചെല്ലുമ്പോൾ ഫസ്റ്റ് സ്റ്റേഷൻ വേറെ ആവാം. അപ്പോൾ ഏത് സ്റ്റേഷനും ഫസ്റ്റ് ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വേണം പോകാൻ. അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റേഷൻസും കാണാപ്പാടം പഠിക്കാണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പോൾ കണ്ടീഷൻ ആണെങ്കിലും പ്രൊസീജിയേഴ്സ് ആണെങ്കിലും മനസ്സിലാക്കി പഠിക്കുക. ഇപ്പോൾ ഓരോ സ്റ്റേഷനിലെ ഓരോ അസസേഴ്സ് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഒരു സ്റ്റേഷനിൽ 50 മിനിറ്റ്സ് ആണ് വരുന്നത്. 3 to 5 മിനിറ്റ്സ് പുറത്തിരുന്ന് നമ്മുടെ പേഷ്യൻ്റ് സിനാരിയോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടി. ഓരോ സ്റ്റേഷൻ കയറുന്നതിന് മുമ്പ് പുറത്ത് ഒട്ടിച്ചിട്ടുണ്ടാവും എന്താണ് ആ സ്റ്റേഷന്, ആ സ്റ്റേഷനിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്, നമ്മൾ എങ്ങനെ വേണം ആ സ്റ്റേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഡീറ്റെയിൽസ് എല്ലാം പുറത്ത് തന്നിട്ടുണ്ടാവും. എന്നിട്ട് 3 to 5 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ആ സ്റ്റേഷനിൽ അസസർ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും അവരുടെ സ്റ്റേഷനിലേക്ക്. രണ്ട് അസസേഴ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുപോലെ എല്ലാ സ്റ്റേഷനിലും ഓരോ അസസേഴ്സ് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവരുടെ സ്റ്റേഷനിലേക്ക്. അപ്പം അങ്ങനെ 14 സ്റ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വീട്ടിൽ ചെന്ന് ഒരു 2 days കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റിസൾട്ട് ഇമെയിലായിട്ട് വരികയാണ്. കൺഗ്രാജുലേഷൻ, യു ഹാവ് പാസ് ദ ആപ്റ്റിറ്റ്യൂഡ് എക്സാം, ഐ ഹാവ് ബീൻ ക്വാളിഫൈഡ് ആസ് എ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഇമെയിൽ വരുവാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം കംപ്ലീറ്റ് ആക്കി. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ, ഞാൻ നാട്ടിൽ നിന്ന് ഇതിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ സെൽറ്റിക് അക്കാഡമിയിൽ ഒരു 12 days ക്ലാസ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വന്നത്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യുന്ന ഓരോ പ്രൊസീജിയേഴ്സും ഇവിടെ വന്ന് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും നല്ലോണം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ബേസിക് ഇല്ലാണ്ട് ഇവിടെ വന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ വെച്ച് നാട്ടിൽ നിന്ന് ഒരു നല്ലൊരു അക്കാഡമി നോക്കി ഒരു ക്ലാസ് ഒക്കെ എടുത്ത് ഒരു ബേസിക്സ് മനസ്സിലാക്കിയിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വരാൻ. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ചങ്ങനാശ്ശേരിയിലെ സെൽറ്റിക് അക്കാഡമിയിൽ നിന്നാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ലൊരു ബേസ് കിട്ടി. ഓരോ പ്രൊസീജിയേഴ്സ് എങ്ങനെ ചെയ്യണം, ഓരോ സ്റ്റേഷനിൽ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നൊരു ടോപ്പിക്കും ഓരോ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ക്ലാസ് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്ന് ചെയ്യാനാണ് നല്ലത്. അതോടൊപ്പം തന്നെ നല്ലപോലെ റിവിഷൻ ചെയ്യുക. കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാളും നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേണം ഓരോ സ്റ്റേഷൻസും പഠിക്കാൻ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓരോ സ്റ്റേഷൻസ് അച്ചീവ് ചെയ്യാൻ. ഓരോ സ്റ്റേഷൻസും പേടിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെന്ന് എന്തെങ്കിലും മറന്നുപോയാലും അസസേഴ്സ് നല്ല കംഫോർട്ടിങ് ആണ്, അവർ നല്ല ഫ്രണ്ട്ലി ആണ്. മറന്നുപോയാൽ പോലും അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അവർ മാക്സിമം നമ്മളെ ജയിപ്പിക്കാനേ നോക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഒട്ടും പഠിക്കാണ്ട് പോയാലാണ് അവർ നല്ലപോലെ ദേഷ്യപ്പെടുന്നു, റൂഡാവുന്നു. അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്, ആ സ്റ്റേഷനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും, നല്ല ഫ്രണ്ട്ലി ആണ്. മോസ്റ്റ് ഓഫ് ദ ഐറിഷ് അസസേഴ്സ് ആണുള്ളത്. എനിക്ക് പകുതി മുക്കാൽ പേരും ഐറിഷ് അസസേഴ്സ് ആയിരുന്നു. 1-2 ഇന്ത്യൻ അസസേഴ്സും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാവരും മാക്സിമം നമ്മളെ ജയിപ്പിക്കാനേ നോക്കത്തുള്ളൂ, നല്ലപോലെ ഹെൽപ്പും ചെയ്യും. അപ്പം നമ്മുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. ബാക്കി നമുക്ക് അവിടെ നല്ല സ്മൂത്തായിട്ട് എല്ലാ സ്റ്റേഷൻസും തീർന്നു പോകും. അതുപോലെ തന്നെ 10 മിനിറ്റ്സ് നമ്മുടെ പോകണമെന്നും അറിയത്തില്ല, പെട്ടെന്നായിരിക്കും ടൈം പോകുന്നത്. അപ്പോൾ മാക്സിമം ആ സ്റ്റേഷനിൽ കംപ്ലീറ്റ് ആക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ എൻ്റെ ഒരു സജഷൻ വെച്ച് നാട്ടിൽ നിന്ന് തന്നെ നല്ലൊരു അക്കാഡമിയിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ബേസിക്സ് നല്ലപോലെ പഠിക്കുക, ഓരോ പ്രൊസീജിയേഴ്സ് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുക, ഓരോ അസസ്മെൻറ്റ് ടൂൾസ് യൂസ് ചെയ്ത് പഠിക്കുക. എന്നാലേ നമുക്ക് അത്യാവശ്യം നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഓരോ സ്റ്റേഷൻസും. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ പോലും വീട്ടിൽ ഇരുന്നാണെങ്കിൽ പോലും നല്ലപോലെ റിവിഷൻ ചെയ്യുക, പ്രൊസീജിയർ ചെയ്ത് പഠിക്കുക. കാരണം നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ടച്ച് വിട്ടുപോകും, പ്രൊസീജിയേഴ്സ് നമ്മൾ മറന്നു പോകും. അപ്പോൾ മാക്സിമം ക്ലാസ് കഴിഞ്ഞാൽ പോലും റിവിഷൻ ചെയ്യുക, പ്രൊസീജിയർ ചെയ്ത് പഠിക്കുക, ടൈം മാനേജ് ചെയ്ത് പ്രൊസീജിയേഴ്സ് ചെയ്യുക, മാക്സിമം റിവിഷൻ ചെയ്യുക, കണ്ടീഷൻസൊക്കെ വായിച്ച് മനസ്സിലാക്കുക എക്സാം ആവുന്ന വരെ. ഇല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ധൃതി പിടിച്ച് എല്ലാം മറന്നു പോകും. അപ്പോൾ മാക്സിമം നല്ലപോലെ റിവിഷൻ ചെയ്യുക, നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. കാണാപ്പാഠം പഠിക്കുന്നതിനെക്കാട്ടിലും വായിച്ച് മനസ്സിലാക്കുക ഓരോ കണ്ടീഷൻസ്, ഓരോ പ്രൊസീജിയേഴ്സ്.
അപ്പോൾ എന്തായാലും ഞാൻ സെൽറ്റിക് അക്കാഡമിയുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ RCSIയുടെ സൈറ്റിൽ തന്നെ ഓരോ കണ്ടീഷൻസ്, ഓരോ ടോപ്പിക്സിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും RCSIയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ സൈറ്റിൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ആയിട്ടും എന്തെങ്കിലും നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.